أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا إن الله لا يحب المعتدين. السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ ബഖറയിലെ 191 ആയത്താണ് ഇപ്പോൾ കേട്ടത്. ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. എന്നാൽ നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത്. അള്ളാഹു അതിക്രമികളെ ഇഷ്ടപ്പെടുകയില്ല തന്നെ. ഈ ആയത്തിൽ അള്ളാഹു മതയുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള വിധികൾ, കൽപ്പനകൾ വിവരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ആയത്തിൽ തന്നെ മതപരമായ യുദ്ധങ്ങളിൽ പാലിക്കേണ്ട നിബന്ധനകൾ ഏതൊക്കെയാണ് എന്ന് വിവരിച്ചിരിക്കുന്നു. അള്ളാഹു പറയുന്നു, മുസ്ലിങ്ങളെ, നിങ്ങൾ സത്യനിഷേധികളുമായി യുദ്ധം ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. വ്യക്തിപരമായ ദേഷ്യമോ പകയോ മറ്റ് വ്യക്തിപരമായ ആഗ്രഹങ്ങളോ അതിൽ ഉണ്ടാകരുത്. അതുപോലെ തന്നെ യുദ്ധമാണെങ്കിൽ കൂടി അതിക്രമം പ്രവർത്തിക്കരുത്. കാരണം അള്ളാഹു അതിക്രമം പ്രവർത്തിക്കുന്നവരെ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഈ ആയത്തിൽ അള്ളാഹു മുസ്ലിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നത്, ഒന്ന്, അത് ഫീ സബീലില്ല ആയിരിക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രമായിരിക്കണം. വ്യക്തിപരമായ അത്യാഗ്രഹമോ ഒന്നും പാടില്ലാത്തതാകുന്നു. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലും വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. അല്ലാത്ത പക്ഷം അത് ഫീ സബീലില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. ക്രിസ്ത്യൻ എഴുത്തുകാർ ഫീ സബീലില്ല എന്ന വാക്കിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട്, തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ ബലാത്കാരമായി മുസ്ലിം ആക്കുക എന്നാണ് അർത്ഥം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് തികച്ചും തെറ്റാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമേ യുദ്ധം ചെയ്യാൻ അനുവാദമുള്ളൂ. അതുകൊണ്ട് തന്നെ ഖാതിലു ഫി സബീലില്ലാഹ് എന്നതുകൊണ്ട് മറ്റുള്ളവരെ ബലാത്കാരപൂർവം യുദ്ധം ചെയ്ത് മുസ്ലിംകളാക്കുക എന്നുള്ളതല്ല. മറിച്ച് നിങ്ങളെ നിങ്ങളുടെ പരിശുദ്ധ മതത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതിന് വേണ്ടി ബലം പ്രയോഗിക്കുന്നവരുമായി ആ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സത്യനിഷേധികളെ ബലാത്കാരപൂർവ്വം മുസ്ലിമാക്കുക എന്നുള്ള യാതൊരു പരാമർശവും ഇല്ല. രണ്ടാമത്തെ നിബന്ധനയായി പറയുന്നത് യുഖാതിലൂനക്കും എന്നാണ്. അതായത് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് മാത്രമേ നിങ്ങൾക്കും യുദ്ധം ചെയ്യാൻ അനുവാദമുള്ളൂ. യുദ്ധത്തിൽ പങ്കെടുക്കാത്ത കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധർ എന്നിവരോടും പൊതുജനങ്ങളോടും ഒരിക്കലും തന്നെ യുദ്ധം ചെയ്യരുത്. യുദ്ധത്തിൽ പങ്കെടുക്കാത്ത പൊതുജനങ്ങളെയെല്ലാം യുദ്ധത്തിൻ്റെ വൃത്തത്തിൽ നിന്നും അകറ്റിയിരിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഏതെങ്കിലും യുദ്ധത്തിന് കമാൻഡറെ നിശ്ചയിച്ചുകൊണ്ട് അയക്കുമ്പോൾ, അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ ഓഫീസർക്കും മറ്റു മുസ്ലിങ്ങൾക്കും നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തെ കൂടുതൽ വിശദമാക്കുന്നതാണ്. സൈന്യത്തലവനോടും മറ്റു മുസ്ലിങ്ങളോടും ഉപദേശമായിട്ട് പറയാറുണ്ടായിരുന്നത് അള്ളാഹുവിൻ്റെ തഖ്വ കൈക്കൊള്ളുക. എന്നിട്ട് പറയുമായിരുന്നു, ഉഖ്സു ബിസ്മില്ലാഹി ഫീ സബീലില്ലാഹി. അതായത് അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുക. അതുപോലെ തന്നെ സത്യനിഷേധികളുമായി യുദ്ധം ചെയ്യുമ്പോൾ അവർ മുസ്ലിങ്ങളായി തീർന്നാൽ പിന്നെ യുദ്ധം തുടരാൻ പാടില്ലാത്തതാകുന്നു. ഒരാൾ യുദ്ധം ആരംഭിക്കുകയും സൈന്യം അടുത്തെത്തിയപ്പോൾ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ യുദ്ധം അവിടെ അവസാനിക്കുന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്ന നിർദ്ദേശങ്ങളിൽ ചിലത്: വഞ്ചനയും ചതിയും അരുത്, പ്രതിജ്ഞാലംഘനം അരുത്, ശത്രുക്കളുമായി
എന്തെങ്കിലും വാഗ്ദാനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാഗ്ദാന ലംഘനം നടത്തരുത്. കുഫാറുകളുടെ സത്യനിഷേധികളുടെ രീതി അനുസരിച്ച് ഏതെങ്കിലും മുസ്ലിം വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ മുസ്ലിമിൻ്റെ മൃതദേഹത്തെ വികൃതമാക്കുമായിരുന്നു. അവർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ മൃതദേഹത്തോട് അങ്ങനെ പെരുമാറരുത്. സ്ത്രീകളെയും വൃദ്ധരെയും വധിക്കരുത്. ആരാധനാലയങ്ങളിൽ ഇരിക്കുന്നവരെ വധിക്കരുത്. അവർ ഒരുപക്ഷെ നിങ്ങളുടെ ശത്രു സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിലും ദൈവനാമം ഉച്ചരിക്കുന്നവരാണ്. വലാ തഖ്റബു നഖ്ല, ഈന്തപ്പഴ മരത്തിൻ്റെ സമീപത്ത് പോലും പോകരുത്. അതായത് ഈന്തപ്പഴം തോട്ടം നശിപ്പിക്കുക എന്ന ചിന്ത പോലും അരുത്. കാരണം അതിലൂടെ ഭക്ഷ്യവിഭവങ്ങൾക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. മരങ്ങൾ വെട്ടിമുറിക്കരുത്. ജനങ്ങളെ അവരുടെ വാസസ്ഥലത്ത് നിന്നും നീക്കം ചെയ്യുകയോ വീടുകൾ തകർക്കുകയോ അഗ്നിക്കിരയാക്കുകയോ ചെയ്യരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിന് നൽകിയിരുന്നത്. ഭൗതിക ഭരണകൂടങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ അന്ധമായി അതിക്രമം അടിച്ചുവിടുന്നു. അവരുടെ പ്രതാപം നിലനിർത്തുന്നതിനും സ്വാധീന ശക്തി കാണിക്കുന്നതിനു വേണ്ടി. എന്നാൽ ഇസ്ലാം അതിന് അനുവാദം നൽകുന്നില്ല. ഇതെല്ലാം അതിക്രമമാണ്. ഏതെങ്കിലും പ്രദേശം കീഴടക്കി കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ കൽപ്പനകൾ ഉണ്ടാക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകിയിരുന്നു. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ വഴി തടസ്സപ്പെടുത്തരുത്. സൈന്യം നീങ്ങുമ്പോൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലാകരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരുന്നു. ചുരുക്കത്തിൽ അള്ളാഹു പറയുന്നു, വലാ തഅ്തദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ പ്രതിരോധത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പരിധികളെ ലംഘിച്ചുകൊണ്ട് അതിക്രമം പ്രവർത്തിക്കുന്നവരായി തീരരുത്. നിങ്ങൾ അപ്രകാരം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും അവൻ്റെ സഹായവും പിന്തുണയും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് കാണുകയും ചെയ്യുമാറാകും. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അള്ളാഹു അതിക്രമികളെ ഇഷ്ടപ്പെടുകയില്ല തന്നെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്.